5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അയാളൊരു ലോക്കൽ ഗുണ്ടയാ, അച്ഛന്റെ വിശ്വസ്തൻ. അവൻ എങ്ങനെ അവിടെ പോയി സന്ദീപിനെ കണ്ടുപിടിക്കും? അവനേതോ ഹോട്ടലിൽ എച്ചിലെടുക്കാൻ നിൽക്കുന്നു മുരളി പറഞ്ഞ. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താ അച്ഛാ? വിക്രമനെ പറഞ്ഞേൽപ്പിച്ചു വിട്ടു. ഇന്നോ നാളെയോ അവൻ അങ്ങോട്ട് പുറപ്പെടും. ഞാൻ ആലോചിക്കുമായിരുന്നു, തട്ടാശ്ശേരി മാധവന്റെ മകൻ ഹോട്ടലിലെ എച്ചിലെടുക്കുന്ന രംഗം അവന്റെ പതനം ആരംഭിച്ചിരിക്കുന്നതിന്റെ ലക്ഷണമല്ലേ അത്? അവിടെ നിനക്ക് തെറ്റി. ഒരു സാധാരണ ലേബറുടെ ജീവിതം നയിക്കുന്നതോടെ അവൻ നോർമൽ ആവുകയാണ്. പല തരക്കാരായ ആളുകളുമായുള്ള ബന്ധം അവനെ കൂടുതൽ ശക്തനാക്കും. കാര്യങ്ങൾ മനസ്സിലാക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവന് തന്റെ ഇടം ഉണ്ടാകും. ഇതുവരെ ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടാതിരുന്ന അവൻ എല്ലാത്തിലും കയറി ഇടപെടും. സാരമില്ല, അവന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. വിക്രമൻ അവിടെ എത്തി സന്ദീപിനെ കണ്ടുപിടിക്കുന്ന താമസമേ ഇനിയുള്ളൂ. അവന്റെ ശല്യം അവസാനിക്കുന്നതുകൊണ്ട് എല്ലാം ശരിയാവും. അതിലും വലിയ ശല്യമല്ലേ ശ്രീകല? അതെ, ശ്രീകല വലിയ ശല്യം തന്നെയാണ്. പക്ഷേ സന്ദീപിന്റെ കഥ കഴിയുന്നതോടെ ശ്രീകലയുടെ കൊമ്പൊടിയും. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയാറില്ലേ? അതാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എങ്കിൽ ആ ദിവസമാണ് ഇനിയുള്ള എന്റെ സ്വപ്നം. ആ സ്വപ്നം സത്യമാവാൻ വലിയ സമയമൊന്നും വേണ്ട. നീ എന്തൊരു മണ്ടനാടാ! അങ്ങനെ ഒരു ബാങ്കിന്റെ മുന്നില് അത്ര ആൾക്കാർ നിൽക്കുന്നിടത്ത് പണമൊക്കെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞ മണ്ടൻ എന്നല്ലാതെ പിന്നെ എന്താ നിന്നെ വിളിക്ക? നാട്ടുകാരുടെ തല്ല്, പോലീസിന്റെ തല്ല്. ദാണ്ടേ അവിടെയൊക്കെ കല്ലിച്ച് കിടക്കുന്നുണ്ട്. എന്റെ അമ്മയെ ഒന്നും മിണ്ടാതിരിക്കും. അപ്പന്റെ ഉപദേശം, അമ്മയുടെ ഉപദേശം, പരിചയക്കാരുടെ മുഴുവൻ ഉപദേശം. തല്ലിനേക്കാളും സഹിക്കാൻ വയ്യാത്തത് ഈ ഉപദേശം. എന്തിനു വേണ്ടിയിട്ടാ നീ പണം പിടിച്ചു പറിക്കാൻ പോയത്? നിന്റെ അപ്പം പറഞ്ഞിട്ടാണോ? ഇല്ലല്ല, അപ്പനതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ആർക്ക് വേണ്ടിട്ടാ? എന്തിനു വേണ്ടിട്ടാ? അത് പറ നീ. അത് പിന്നെ പറയടാ. അമ്മേ, എന്തിനു വേണ്ടിട്ടാ നീ ആ പണം പിടിച്ചു പറിച്ചേ? സത്യത്തിൽ അത് അഖിലേക്ക് വേണ്ടിട്ടാ. അഖിലയോ? നിന്റെ ആ പെങ്കൊച്ചോ? ആ. അവള് നിന്നോട് പണം ചോദിച്ചോ? കൊള്ളാലോ അവളാള്. ഇല്ല, പണം ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ കൊടുക്കാന്ന് പറഞ്ഞതാ. അതെന്തിനാ? അതമ്മേ, അവളുടെ ഏതോ പഴയ ആഭരണം അതുകൊണ്ട് വന്നിട്ട് എന്നോടൊന്ന് വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാനതുകൊണ്ട് പോയി സ്വർണ്ണക്കടയിൽ കൊടുത്തപ്പോ അവര് പറഞ്ഞു അത് മുക്കുകൊണ്ടാണെന്ന്. എന്നിട്ടെന്താ, ഞാനതങ്ങെടുത്ത് ആറ്റി എറിഞ്ഞു. ആറ്റിലോ? ആ, ആറ്റില്. അവക്കെന്തോ അത്യാവശ്യത്തിന് പണം വേണമായിരുന്നു. അതിനാണ് വള വിൽക്കാൻ കൊണ്ടുവന്നത്. അവളത് പറഞ്ഞപ്പോ ആ പണം ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്നും പറഞ്ഞു. അവൾക്ക് ആ പണം കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ. ആ കുട്ടിക്ക് പണം കൊടുക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? ഓ, അതൊന്നും വേണ്ട, അവളത് മറന്നോളൂ. കൊടുക്കണെങ്കി പറ, ഞാൻ തരാം. വേണ്ടമ്മേ. വേണ്ടെങ്കി വേണ്ട. ഹലോ, എന്താ കാര്യം? സന്ദീപ് എന്നൊരാൾ ഇവിടെ ജോലിക്ക് വരുമായിരുന്നില്ലേ? ആ ഉച്ചയ്ക്ക് വരും. എന്താ കാര്യം? അല്ല, ഒന്ന് കാണണമായിരുന്നു. വല്ലതും പറയണോ? അല്ല വേണ്ട, ഞാൻ കണ്ടോളാം. ഓക്കെ.
എല്ലാം അങ്ങ് പറഞ്ഞല്ലേ. ഞാനിവിടെ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നെന്നും നിങ്ങൾ തന്ന രൂപ വാങ്ങിയില്ലെന്നും അമ്മയെ വിളിച്ച് പറഞ്ഞല്ലേ. ഇതൊന്നും അമ്മയോട് പറയരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ. എന്റെ സാറേ, എനിക്കതൊക്കെ പറയാതിരിക്കാൻ പറ്റൂ? സാർ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, ആരെയൊക്കെ കാണുകയും പറയുകയും ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിച്ച് പറയാനാ മാഡം പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞ സാറ് പോകുന്നിടത്തും നിൽക്കുന്നിടത്തും ഒക്കെ പുറകെ നടന്ന് ചാരപ്പണി ചെയ്യണമെന്ന്, എന്നിട്ട് ശ്രീകലാമ്മയെ വിളിച്ചറിയിക്കണമെന്ന്. ഞാൻ അതിനൊന്നും വരുന്നില്ലല്ലോ. പക്ഷെ കണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. സാറേ, ഇന്നലെ വിളിച്ചപ്പം മാഡം പറഞ്ഞതെന്ന് അറിയാമോ? എന്തു പറഞ്ഞു? 2 കാര്യങ്ങൾ. 1, സാറിന് ഈ പണം തന്നേൽപ്പിക്കണം. 2, ഈ ഹോട്ടൽ പണി അവസാനിപ്പിച്ച് സാറിനെ നാട്ടിലേക്ക് അയക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറ് തന്നെ പറ. ഇത് രണ്ടും നടക്കില്ല മുരളിയേട്ടാ. എനിക്ക് ആ പണം വാങ്ങാനാവില്ല. എനിക്ക് അത്രയും പണത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ ജോലി അത് തൽക്കാലം വിടാനും നിവൃത്തിയില്ല. എന്നാ സാറ് പറ, ഞാൻ ഈ പണം എന്ത് ചെയ്യണം? അത് മുരളിയേട്ട എടുത്തു. എന്നിട്ട് എനിക്ക് തന്നു അമ്മയോട് പറഞ്ഞാൽ മതി. അത് എന്നാ ശരി. കുമാരേട്ടാ, ദേവൂട്ടിയുടെ വള കളഞ്ഞതിനെക്കുറിച്ചും അത് തിരികെ കിട്ടിയതിനെക്കുറിച്ചും ഇന്ദുമതിയുടെ വ്യാഖ്യാനങ്ങൾ ഓരോ സമയത്തും ഓരോന്നാ. ദേവൂട്ടിയുടെ കയ്യിൽ കിടന്ന വള എലിയെടുത്തോണ്ട് പോയി എന്ന് വരെ പറഞ്ഞില്ലേ? അത് നേരത്തെ. ഇപ്പൊ പറയുന്നത് വള അവള് വേറെ ആർക്കോ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങിക്കൊണ്ടുവന്നതാണെന്നാ. ഇന്ദുമതിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയട്ടെ, അതിനൊന്നും സുരേന്ദ്രൻ ചെവി കൊടുക്കേണ്ട. പക്ഷേ ദേവൂട്ടിയുടെ കയ്യിൽ കിടന്ന വള പിന്നീട് സൗപർണികയിൽ നിന്നും കിട്ടുമ്പോ അത് ദേവിയുടെ കളി തന്നെയാ. അതിലെ ദേവീ സ്പർശത്തിൽ എനിക്കൊരു സംശയമില്ല. എന്റെ വിചാരവും അങ്ങനെയൊക്കെ തന്നെയാണ് കുമാരേട്ടാ. പക്ഷേ കുട്ടിയുടെ കയ്യിൽ നിന്ന് വള എങ്ങനെയാ നഷ്ടപ്പെട്ടതെന്ന് ഇപ്പോഴും പിടികിട്ടാത്തൊരു സത്യമാ. കള്ളൻ കപ്പലിലാണോ കടപ്പുറത്താണോ എന്നൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഇനി ഇങ്ങനെ സംഭവിക്കാതെ സൂക്ഷിച്ചാ മതി.